ഹായ് സ്റ്റുഡൻസ്, എല്ലാ +1 വിദ്യാർത്ഥികൾക്കും എക്കണോമിക്സിൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് സ്റ്റാറ്റിസ്റ്റിക്സ് ഫോർ ഇക്കണോമിക്സ് എന്ന ഭാഗമാണ്. അതിൽ ചാപ്റ്റർ 2 കളക്ഷൻ ഓഫ് ഡാറ്റ എന്ന പാഠഭാഗമാണ്. ഇതിൻ്റെ പാർട്ട് 2 നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇന്ന് നമ്മൾ പാർട്ട് 3 ആണ് ചർച്ച ചെയ്യുന്നത്. ഓക്കെ, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മോഡ് ഓഫ് ഡാറ്റ കളക്ഷൻ, ദത്തങ്ങൾ ശേഖരിക്കുന്ന രീതികൾ, വിവരങ്ങൾ ശേഖരിക്കുന്ന രീതികൾ 3 പറഞ്ഞു കഴിഞ്ഞു. അതിൽ ഒന്നാമത്തേതായിരുന്നു പേഴ്സണൽ ഇൻ്റർവ്യൂ, വ്യക്തിഗത അഭിമുഖം. രണ്ടാമത്തേതാണ് മെയിലിംഗ് ക്വസ്റ്റ്യനെയർ, തപാൽ മുഖേനയുള്ള ചോദ്യാവലി. മൂന്നാമത്തേതാണ് ടെലിഫോൺ ഇൻ്റർവ്യൂ, ടെലിഫോൺ മുഖേനയുള്ള അഭിമുഖം. ഓക്കെ, കൂടാതെ ഇതിൻ്റെ ഗുണങ്ങളും ദോഷങ്ങളും നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അതിൻ്റെ അഡ്വാൻറ്റേജസും ഡിസ്അഡ്വാൻറ്റേജസും നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഓക്കെ, ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ആദ്യത്തെ ടോപ്പിക്കാണ് പരീക്ഷണ സർവേ അഥവാ പൈലറ്റ് സർവേ. ഓക്കെ, പൈലറ്റ് സർവേ അഥവാ പരീക്ഷണ സർവേ. ഇനി ഇത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ആദ്യം ചോദ്യാവലി തയ്യാറാക്കും. അതായത് ഏതൊരു സർവേ നടത്തണമെങ്കിലും, ഏത് രീതിയിൽ സർവേ നടത്തണമെങ്കിലും, ഇപ്പോൾ ടെലിഫോൺ ഇൻ്റർവ്യൂ ആണെങ്കിലും പേഴ്സണൽ ഇൻ്റർവ്യൂ ആണെങ്കിലും ഏത് രീതിയിലാണെങ്കിലും നമ്മൾ ആദ്യം കുറച്ച് ചോദ്യങ്ങൾ തയ്യാറാക്കി വെക്കും. ഓക്കെ, അതായത് നമ്മൾ ചോദ്യാവലി തയ്യാറാക്കും. അങ്ങനെ ഈ ചോദ്യാവലി തയ്യാറാക്കി കഴിഞ്ഞാൽ ഈ ചോദ്യാവലി ഒന്ന് പരീക്ഷിച്ച് നോക്കും. ചെറിയൊരു വിഭാഗത്തിൻ്റെ ഇടയിൽ ഒന്ന് പരീക്ഷിച്ച് നോക്കും. ഇതിനെ വിളിക്കുന്ന പേരാണ് പൈലറ്റ് സർവേ, പരീക്ഷണ സർവേ. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. ഓക്കെ, അപ്പോൾ പൈലറ്റ് സർവേ അല്ലെങ്കിൽ പരീക്ഷണ സർവേ എന്ന് പറഞ്ഞാൽ ചോദ്യാവലി തയ്യാറാക്കി കഴിഞ്ഞാൽ ഒരു പരീക്ഷണമെന്ന നിലയിൽ ചെറിയ വിഭാഗം വ്യക്തികൾക്കിടയിൽ അത് വിതരണം ചെയ്ത് വിവരങ്ങൾ ശേഖരിക്കുന്നു. ഓക്കെ, അത് വിതരണം ചെയ്ത് വിവരങ്ങൾ ശേഖരിക്കുന്നു. ഇതിനെ വിളിക്കുന്ന പേരാണ് പൈലറ്റ് സർവേ എന്നുള്ളത്. Okay, once the questionnaire is ready, it is advisable to conduct a tryout with a small group, which is known as പൈലറ്റ് സർവേ. അതായത് ഒന്നുകൂടെ പറയുന്നു, നമ്മൾ ചോദ്യാവലി തയ്യാറാക്കി കഴിഞ്ഞാൽ, വിവരങ്ങൾ ശേഖരിക്കാനുള്ള ചോദ്യാവലി തയ്യാറാക്കി കഴിഞ്ഞാൽ അത് ചെറിയൊരു ഗ്രൂപ്പിൻ്റെ ഇടയിൽ നമ്മളൊന്ന് പരീക്ഷിച്ച് നോക്കും. ഇതിലെന്തെങ്കിലും അപാകതയുണ്ടോ, ഏതെങ്കിലും ചോദ്യങ്ങൾ ഒഴിവാക്കേണ്ടതുണ്ടോ, ഏതെങ്കിലും ചോദ്യങ്ങൾ പുതിയത് ഉൾപ്പെടുത്തേണ്ടതുണ്ടോ എന്നൊക്കെ അറിയാൻ വേണ്ടി ചെറിയൊരു ഗ്രൂപ്പിൻ്റെ ഇടയിൽ ഇതൊന്ന് നമ്മൾ പരീക്ഷിച്ച് നോക്കും, ടെസ്റ്റ് ചെയ്ത് നോക്കും. ഇതിനെ വിളിക്കുന്ന പേരാണ് പൈലറ്റ് സർവേ. ഓക്കെ, ഇനി അടുത്തതായി ഈ പൈലറ്റ് സർവേയുടെ ഗുണങ്ങൾ, അഡ്വാൻറ്റേജസ് ആണ് നമ്മൾ പറയുന്നത്. ശ്രദ്ധിക്കുക, ഇതിൻ്റെ പ്രാധാന്യം അഥവാ ഗുണങ്ങളാണ് പറയുന്നത്. ഇതിൻ്റെ കോട്ടങ്ങൾ അഥവാ ദോഷങ്ങൾ നമ്മൾ അവതരിപ്പിക്കുകയില്ല. കാരണം പൈലറ്റ് സർവേ ഉപയോഗിക്കുന്നതിൻ്റെ ഗുണങ്ങൾ മാത്രമേ നമ്മൾ അവതരിപ്പിക്കേണ്ട ആവശ്യമുള്ളൂ. ഓക്കെ, അപ്പോൾ പൈലറ്റ് സർവേയുടെ ഗുണങ്ങൾ അഥവാ അഡ്വാൻറ്റേജസ് പറയുന്നു. അതിൽ ഫസ്റ്റ് പോയിൻ്റാണ്, ഇതിലൂടെ യഥാർത്ഥ സർവേയുടെ പ്രാഥമിക വിവരങ്ങൾ ലഭിക്കുന്നു. പൈലറ്റ് സർവേ ഒരു പരീക്ഷണമാണ്. അതുകൊണ്ട് ഈ പൈലറ്റ് സർവേ നടത്തുന്നതിൻ്റെ ഫലമായി യഥാർത്ഥ സർവേയുടെ പ്രാഥമിക വിവരങ്ങൾ ഇതിലൂടെ ലഭിക്കുന്നു. ഇറ്റ് ഹെൽപ്സ് in providing preliminary idea about the actual survey. Okay, ഇനി രണ്ടാമത്തെ പോയിൻ്റാണ്, ചോദ്യാവലിയുടെ പോരായ്മകൾ മനസ്സിലാക്കി ആവശ്യമായ തിരുത്തലുകൾ വരുത്താൻ സാധിക്കുന്നു. ഇനി ഈ ചോദ്യാവലിയിലുള്ള ചോദ്യങ്ങളിൽ എന്തെങ്കിലും പോരായ്മകളുണ്ടെങ്കിൽ അത് മനസ്സിലാക്കി അതിനാവശ്യമായ തിരുത്തലുകൾ വരുത്താൻ സാധിക്കുന്നു. ഇറ്റ് ഹെൽപ്സ് ഇൻ പ്രീ ടെസ്റ്റിംഗ് ഓഫ് ദി ക്വസ്റ്റ്യനെയർ സോ ആസ് ടു നോ ദി shortcoming and drawbacks of the questions. Okay, so as to
നോ ദി ഷോർട്ട് കമ്മിങ് ആൻഡ് ഡ്രോബാക്സ് ഓഫ് ദി ക്വസ്റ്റനെയർ. അതായത് ഇതിൽ എന്തെങ്കിലും ചോദ്യാവലിയിലെ ചോദ്യങ്ങൾ എന്തെങ്കിലും തിരുത്തലുകൾ ഉണ്ടെങ്കിൽ, ഏതെങ്കിലും ചോദ്യങ്ങൾ പുതുതായിട്ട് ഉൾപ്പെടുത്തണമെങ്കിൽ, ഏതെങ്കിലും ചോദ്യങ്ങൾ ഒഴിവാക്കണമെങ്കിൽ അതെല്ലാം ഈ പൈലറ്റ് സർവേയിലൂടെ മനസ്സിലാകും. ഇതാണ് രണ്ടാമത്തെ ഗുണം, നേട്ടമായിട്ട് പറയുന്നത്. ഓക്കെ, ഇനി മൂന്നാമത്തെ പോയിൻ്റാണ് എന്യൂമറേറ്റർമാരുടെ പ്രവർത്തനം വിലയിരുത്താൻ സാധിക്കുന്നു. അതായത് നമ്മൾ എന്യൂമറേറ്റർമാരെ ഉപയോഗിച്ചിട്ടാണ് സർവേ നടത്തുക. അവർ പൈലറ്റ് സർവേ നടത്തുമ്പോൾ അവർ ഓരോരുത്തരുടെയും, അതായത് ഓരോ എന്യൂമറേറ്റർമാരുടെയും പ്രവർത്തനങ്ങൾ എങ്ങനെയാണെന്ന് ഇതിലൂടെ വിലയിരുത്താൻ സാധിക്കും. ഓക്കെ, പൈലറ്റ് സർവേ ഓൾസോ ഹെൽപ്സ് ഇൻ അസസ്സിങ് ദി പെർഫോമൻസ് ഓഫ് എന്യൂമറേറ്റേഴ്സ്. ഓക്കെ, ഇനി നാലാമത്തെ പോയിൻ്റാണ് യഥാർത്ഥ സർവേയുടെ സമയം, ചെലവ് എന്നിവ മനസ്സിലാക്കാൻ സഹായിക്കുന്നു. ഓക്കെ, ഇറ്റ് ഹെൽപ്സ് ടു അസസ്സിങ് ദി കോസ്റ്റ് ആൻഡ് ടൈം ഇൻവോൾവ്ഡ് ഇൻ ദി ആക്ച്വൽ സർവേ. Okay, it helps to assessing the cost and time involved in the actual survey. Okay, ഇനി ഇതിൽ അഞ്ചാമത്തെ ഗുണമായിട്ട് പറയുന്നതാണ്, അഞ്ചാമത്തെ അഡ്വാൻറ്റേജസ് ആണ് ചോദ്യങ്ങളിലെ അനുയോജ്യത, നിർദ്ദേശങ്ങളുടെ വ്യക്തത എന്നിവ വിലയിരുത്താൻ സഹായിക്കുന്നു. ഇറ്റ് ഹെൽപ്സ് ഇൻ അസസ്സിങ് ദി സൂട്ടബിലിറ്റി ഓഫ് ക്വസ്റ്റ്യൻസ് ആൻഡ് ക്ലാരിറ്റി ഓഫ് ഇൻസ്ട്രക്ഷൻസ് എക്സെട്ര. ഓക്കെ, അപ്പോൾ പൈലറ്റ് സർവേയുടെ ഈ 5 ഗുണങ്ങൾ, 5 പ്രാധാന്യം, പൈലറ്റ് സർവേ ഉപയോഗിക്കുന്നതിൻ്റെ പ്രാധാന്യം അല്ലെങ്കിൽ 5 ഗുണങ്ങൾ നിർബന്ധമായും പഠിച്ചിരിക്കണം. ഓക്കെ, ഇവയാണ് 5 ഗുണങ്ങളായിട്ട് എടുത്തു കാണിക്കുന്നത്. ഓക്കെ, ഇനി അടുത്ത ഹെഡിങ് ആണ് സെൻസസ് ആൻഡ് സാമ്പിൾ സർവേ. ഓക്കെ, സെൻസസ് ആൻഡ് സാമ്പിൾ സർവേ, സെൻസസ് സർവേയും സാമ്പിൾ സർവേയും. ഇനി ഇതിനെക്കുറിച്ചാണ് നമ്മൾ വിവരിക്കാൻ പോകുന്നത്. ഇതിൽ ആദ്യത്തെ സർവേയാണ് സെൻസസ് സർവേ. ഓക്കെ, ഇനി ഇതിൽ ആദ്യത്തേതാണ് സെൻസസ് സർവേ അഥവാ സമ്പൂർണ്ണ കണക്കെടുപ്പ് രീതി. ഓക്കെ, സെൻസസ് സർവേ ഓർ കംപ്ലീറ്റ് എന്യൂമറേഷൻ മെത്തേഡ്. ഇനി സെൻസസ് സർവേ എന്താണെന്ന് വെച്ചാൽ പഠനവിധേയമാക്കുന്ന വിഭാഗത്തിലെ ഓരോ ഇനത്തെയും ഉൾപ്പെടുത്തി നടത്തുന്ന സർവേയാണ് സെൻസസ് സർവേ അഥവാ സമ്പൂർണ്ണ കണക്കെടുപ്പ് രീതി. ഓക്കെ, എ സർവേ വിച്ച് ഇൻക്ലൂഡ്സ് every element of the population is known as census or method of complete enumeration. Okay, a survey which includes every element of the population is known as census or the method of complete enumeration. ഇവിടെ ഉദാഹരണമായി നൽകിയിരിക്കുന്നത് ഇന്ത്യയിലെ ജനസംഖ്യാ സെൻസസ് ആണ്, പോപ്പുലേഷൻ സെൻസസ് ഇൻ ഇന്ത്യ. ഇതിൽ പറയുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഓരോ 10 വർഷം കഴിയുന്തോറും ഇന്ത്യയിൽ പോപ്പുലേഷൻ സെൻസസ്, ജനസംഖ്യാ സെൻസസ് നടത്തുന്നുണ്ട്. ഈ സെൻസസിൽ ഇന്ത്യയിലെ എല്ലാ ജനങ്ങളെയും ഉൾപ്പെടുത്തിയാണ് പഠനം നടത്തുന്നത്. എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലുള്ള എല്ലാ കുടുംബങ്ങളിലും എല്ലാ വീടുകളിലും വന്ന് ഓരോരുത്തരെ കുറിച്ചുമുള്ള വിവരങ്ങൾ രേഖപ്പെടുത്തുന്നു. എന്ന് പറഞ്ഞാൽ എല്ലാ വിഭാഗക്കാരെയും ഉൾപ്പെടുത്തി പഠനം നടത്തുന്നു. ഈ രീതിയാണ് സെൻസസ് സർവേ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഓക്കെ, അപ്പോൾ സെൻസസ് സർവേ എന്ന് വെച്ചാൽ നമ്മൾ ഏത് വിഷയമാണോ പഠിക്കുന്നത് ആ വിഷയത്തിൽ ഉൾപ്പെടുന്ന വിഭാഗം ഏതാണോ ആ വിഭാഗത്തിലെ എല്ലാ അംഗങ്ങളുടെ അടുത്തു പോയിട്ടും നമ്മൾ വിവരങ്ങൾ ശേഖരിക്കും. ഓക്കെ, ഒരാളെ പോലും നമ്മൾ ഒഴിവാക്കുന്നില്ല. എല്ലാവരിൽ നിന്നും വിവരങ്ങൾ ശേഖരിച്ചു കൊണ്ട് നടത്തുന്ന ഒരു സർവേയാണ് സെൻസസ് സർവേ അല്ലെങ്കിൽ കംപ്ലീറ്റ് എന്യൂമറേഷൻ മെത്തേഡ്, സമ്പൂർണ്ണ കണക്കെടുപ്പ് രീതി എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഓക്കെ, ഇനി അടുത്തതായി നമ്മൾ ചർച്ച ചെയ്യുന്നത് സെൻസസ് സർവേ അഥവാ സമ്പൂർണ്ണ കണക്കെടുപ്പ് രീതി, സെൻസസ് സർവേ ഓർ
കംപ്ലീറ്റ് എന്യൂമറേഷൻ മെത്തേഡ്. ഇതിൻ്റെ ഗുണങ്ങൾ അഥവാ അഡ്വാൻറ്റേജസ് ആണ് ചർച്ച ചെയ്യുന്നത്. അതിൻ്റെ മുന്നേ ആയിട്ട് നമ്മളൊരു കാര്യം എടുത്തു പറയുന്നു. അതായത് പോപ്പുലേഷൻ എന്ന് പറഞ്ഞാൽ, സ്റ്റാറ്റിസ്റ്റിക്സിൽ പോപ്പുലേഷൻ എന്ന് പറഞ്ഞാൽ പഠന വിധേയമാക്കുന്ന വിഭാഗത്തെ വിളിക്കുന്ന പേരാണ് പോപ്പുലേഷൻ. നമ്മൾ ഏത് വിഭാഗത്തെക്കുറിച്ചാണോ പഠിക്കുന്നത് ആ വിഭാഗത്തെ നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്സിൽ വിളിക്കുന്ന പേരാണ് പോപ്പുലേഷൻ. ഇപ്പോൾ നമ്മൾ ഉദാഹരണം പറയുകയാണ്, നമ്മുടെ സ്കൂളിൽ 2500 കുട്ടികൾ പഠിക്കുന്നു. ഈ 2500 കുട്ടികളുടെ പഠന നിലവാരത്തെക്കുറിച്ചാണ് നമ്മൾ സർവേ നടത്തുന്നത് എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഈ 2500 കുട്ടികളെ നമ്മൾ വിളിക്കുന്ന പേരാണ് പോപ്പുലേഷൻ. ഈ 2500 കുട്ടികളെയാണ് നമ്മൾ പഠനവിധേയമാക്കുന്നത്. അപ്പോൾ ഈ 2500 കുട്ടികളെ നമ്മൾ വിളിക്കുന്ന പേരാണ് പോപ്പുലേഷൻ. ഈ ഒരു പോയിൻ്റ് ഒന്ന് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഓക്കെ, ഇനി ഇതിൻ്റെ ഗുണങ്ങൾ അഥവാ അഡ്വാൻറ്റേജസ് ആണ് നമ്മൾ പറയുന്നത്. അതിൽ ഫസ്റ്റ് പോയിൻ്റാണ് പോപ്പുലേഷനിലെ ഓരോ വ്യക്തിഗത ഇനവും സർവേയിൽ ഉൾപ്പെടുന്നു, ഒരാളെയും ഒഴിവാക്കുന്നില്ല. ഓക്കെ, ഇറ്റ് കവേഴ്സ് എവരി ഇൻഡിവിജ്വൽ യൂണിറ്റ് ഇൻ ദി എൻറ്റയർ പോപ്പുലേഷൻ. ഇറ്റ് കവേഴ്സ് എവരി ഇൻഡിവിജ്വൽ യൂണിറ്റ് ഇൻ ദി എൻറ്റയർ പോപ്പുലേഷൻ എന്ന് പറഞ്ഞാൽ ആ പോപ്പുലേഷനിലെ പഠനവിധേയമാക്കുന്ന വിഭാഗത്തിലെ എല്ലാ വ്യക്തിഗത ഇനവും സർവേയിൽ ഉൾപ്പെടും, ഒരാളെയും ഒഴിവാക്കുന്നില്ല. ഓക്കെ, രണ്ടാമത്തെ ഗുണമായിട്ട് പറയുന്നതാണ് കൂടുതൽ വിശ്വസനീയവും സത്യസന്ധവുമായ വിവരങ്ങൾ ലഭിക്കും. കൂടുതൽ വിശ്വസനീയവും സത്യസന്ധവുമായ വിവരങ്ങൾ ലഭിക്കും. ഓക്കെ, ഗെറ്റ് മോർ റിലയബിൾ ആൻഡ് ഹോണസ്റ്റ് ഇൻഫർമേഷൻ. അതായത് നമ്മൾ എല്ലാവരെയും കുറിച്ച് പഠനവിധേയമാക്കുന്നുണ്ട്, ഒരാളെയും ഒഴിവാക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ലഭിക്കുന്ന വിവരങ്ങൾ സത്യസന്ധവും വിശ്വസനീയവും ആയിരിക്കും. ഓക്കെ, ഇനി അടുത്തത് സെൻസസ് സർവേ അഥവാ സമ്പൂർണ്ണ കണക്കെടുപ്പ് രീതിയുടെ ദോഷങ്ങൾ. ഓക്കെ, ഡിസ്അഡ്വാൻറ്റേജസ് ഓഫ് സെൻസസ് സർവേ ഓർ കംപ്ലീറ്റ് എന്യൂമറേഷൻ മെത്തേഡ്. ഓക്കെ, അതിൽ ഫസ്റ്റ് പോയിൻ്റാണ് ചെലവ് കൂടുതലാണ്. ദിസ് മെത്തേഡ് വുഡ് റിക്വയർ ഹ്യൂജ് എക്സ്പെൻഡിച്ചർ. അതായത് അവയും നടത്തുമ്പോൾ അതിന് ചെലവ് കൂടുതലാണ്. ഓക്കെ, രണ്ടാമത്തെ പോയിൻ്റാണ് കൂടുതൽ സമയം ആവശ്യമാണ്. മോർ ടൈം ഈസ് നീഡഡ്. കൂടുതൽ സമയം വേണം. ഓക്കെ, അപ്പം ഈ പഠനം നടത്താൻ എല്ലാവരും അടുത്തും പോയി വിവരങ്ങൾ ശേഖരിക്കുമ്പോൾ കൂടുതൽ സമയം എടുക്കും. അതാണ് രണ്ടാമത്തെ ദോഷമായിട്ട് പറയുന്നത്, കൂടുതൽ സമയം ആവശ്യമാണ്. ഓക്കെ, മൂന്നാമത്തെ പോയിൻ്റാണ് കൂടുതൽ എന്യൂമറേറ്റർമാരെ ആവശ്യമാണ്. മോർ എന്യൂമറേറ്റേഴ്സ് ആർ നീഡഡ്. ഓക്കെ, അതായത് എല്ലാവരും അടുത്തു പോയി വിവരങ്ങൾ ശേഖരിക്കുന്നത് കൊണ്ട് എന്യൂമറേറ്റർമാരുടെ എണ്ണം കൂട്ടേണ്ടതുണ്ട്. അപ്പോൾ കൂടുതൽ എന്യൂമറേറ്റർമാരെ ആവശ്യമാണ് എന്നുള്ളതാണ് മൂന്നാമത്തെ ഡിസ്അഡ്വാൻറ്റേജസ് ആയിട്ട് പറയുന്നത്. ഓക്കെ, നാലാമത്തെ പോയിൻ്റാണ് പഠന മേഖല വളരെ വലുതാകുമ്പോൾ ഈ രീതി സാധ്യമല്ല. പഠനമേഖല വളരെ വലിയൊരു മേഖലയാണെങ്കിൽ ഈ രീതി പ്രയോഗിക്കുക സാധ്യമല്ല. ദ മെത്തേഡ് ഈസ് നോട്ട് പോസിബിൾ വെൻ ദ ഫീൽഡ് ഓഫ് സ്റ്റഡി ഈസ് വെരി ലാർജ്. ഓക്കെ, പഠനമേഖല വളരെ വലുതാകുമ്പോൾ ഈ രീതി സാധ്യമല്ല. ഓക്കെ, ഈ 4 കാര്യങ്ങളാണ് ഈ സെൻസസ് മെത്തേഡിൻ്റെ ദോഷങ്ങൾ അഥവാ ഡിസ്അഡ്വാൻറ്റേജസ് ആയിട്ട് പറയുന്നത്. ഓക്കെ, ഇനി അടുത്ത സർവേയാണ് സാമ്പിൾ സർവേ. അതിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോപ്പുലേഷൻ്റെ നിർവചനം ഇവിടെ കൊടുത്തിട്ടുണ്ട്. സ്റ്റാറ്റിസ്റ്റിക്സിൽ പഠന വിധേയമാക്കുന്ന എല്ലാ ഇനങ്ങളെയും മൊത്തമായി വിളിക്കുന്ന പേരാണ് പോപ്പുലേഷൻ അഥവാ യൂണിവേഴ്സ്. ഓക്കെ, പഠനവിധേയമാക്കുന്ന എല്ലാ ഇനങ്ങളെയും നമ്മൾ മൊത്തത്തിൽ വിളിക്കുന്ന ഒരു പേരാണ് പോപ്പുലേഷൻ അഥവാ യൂണിവേഴ്സ്. ഇത് സ്റ്റാറ്റിസ്റ്റിക്സിൽ പഠനവിധേയമാക്കുന്ന എല്ലാ ഇനങ്ങളെയും നമ്മൾ വിളിക്കുന്ന പേരാണ് പോപ്പുലേഷൻ അഥവാ യൂണിവേഴ്സ്. ഓക്കെ, population or the universe in statistics means totality of the item under study. ഓക്കെ, നമ്മൾ
ഇനി നമ്മൾ സാമ്പിൾ സർവേ എങ്ങനെയാണെന്ന് പറയുന്നു. ഓക്കെ, ആദ്യം നമ്മൾ പോപ്പുലേഷനെ തിരിച്ചറിയുക. ഐഡൻറ്റിഫൈ ദ പോപ്പുലേഷൻ എന്ന് പറഞ്ഞാൽ പഠനവിധേയമാക്കുന്ന വിഭാഗത്തെ നമ്മൾ തിരിച്ചറിയുക എന്നതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അതിനുശേഷം പ്രതിനിധീകരിക്കുന്ന സാമ്പിൾ നമ്മൾ തിരഞ്ഞെടുക്കുക. ഓക്കെ, സെലക്ട് ദി സാമ്പിൾ ദാറ്റ് റെപ്രസെൻറ്റ്സ്. ഓക്കെ, അതായത് നമ്മൾ പോപ്പുലേഷനെ തിരിച്ചറിഞ്ഞു. ഈ പോപ്പുലേഷനിൽ നിന്ന് എത്ര ആളുകളെ നമ്മൾ സാമ്പിളായിട്ട് എടുക്കുന്നു അവരെ തിരഞ്ഞെടുക്കുക. ഓക്കെ, മൂന്നാമത്തെ പോയിൻ്റാണ് തിരഞ്ഞെടുത്ത സാമ്പിളിൽ പഠനം നടത്തുക. സ്റ്റഡി ദ സെലക്റ്റഡ് സാമ്പിൾ. മൂന്നാമത്തെ പോയിൻ്റാണ് തിരഞ്ഞെടുത്ത സാമ്പിളിൽ പഠനം നടത്തുക. സ്റ്റഡി ദ സെലക്റ്റഡ് സാമ്പിൾ. ഓക്കെ, ഇനി നാലാമത്തെ പോയിൻ്റാണ് പഠനം നടത്തിയതിൻ്റെ അടിസ്ഥാനത്തിൽ മൊത്തം പോപ്പുലേഷനിലെ നിഗമനത്തിൽ എത്തിച്ചേരുക. പഠനം നടത്തിയതിൻ്റെ അടിസ്ഥാനത്തിൽ മൊത്തം പോപ്പുലേഷനിലെ നിഗമനത്തിൽ എത്തിച്ചേരുക. കം ടു ദി കൺക്ലൂഷൻ ദി ടോട്ടൽ പോപ്പുലേഷൻ ബേസ്ഡ് ഓൺ ദി സ്റ്റഡി ഡൺ. കം ടു ദി കൺക്ലൂഷൻ ഓഫ് ദി ടോട്ടൽ പോപ്പുലേഷൻ ബേസ്ഡ് ഓൺ ദി സ്റ്റഡി ഡൺ. ഓക്കെ, അപ്പോൾ സാമ്പിൾ സർവേ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഒന്നുകൂടി പറയുന്നു. അതായത് നമ്മൾ പോപ്പുലേഷൻ ആദ്യം തിരിച്ചറിയുക. ഉദാഹരണം, ഇപ്പോൾ 2500 കുട്ടികളെക്കുറിച്ചാണ് നമ്മൾ പഠനം നടത്തുന്നത് എങ്കിൽ ആ 2500 കുട്ടികളാണ് പോപ്പുലേഷൻ. അതിനെ തിരിച്ചറിയുക. ഓക്കെ, ഇനി രണ്ടാമത്തതാണ് പ്രതിനിധീകരിക്കുന്ന സാമ്പിൾ തിരഞ്ഞെടുക്കുക. അപ്പോൾ ഈ 2500 കുട്ടികളെയും നമ്മൾ പഠനവിധേയമാക്കുന്നില്ല. ഇനി 2500 കുട്ടികളിൽ നിന്ന് കുറച്ചാളെ നമ്മൾ സെലക്ട് ചെയ്യുന്നു, സാമ്പിളായി സെലക്ട് ചെയ്യുന്നു. ഉദാഹരണമായിട്ട് 100 സാമ്പിളാണ് നമ്മൾ എടുക്കാൻ വിചാരിച്ചത് എങ്കിൽ ആ 100 ആൾക്കാരെ നമ്മൾ സാമ്പിളായിട്ട് സെലക്ട് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ 2500 കുട്ടികളിൽ നിന്ന് 100 ആളുകളെ സാമ്പിളായി തിരഞ്ഞെടുത്തു. ഓക്കെ, ഇനി മൂന്നാമത്തെ പോയിൻ്റാണ് തിരഞ്ഞെടുത്ത സാമ്പിളിൽ പഠനം നടത്തുക. എന്നിട്ട് ഈ 100 ആളിൽ പഠനം നടത്തുക എന്ന് പറഞ്ഞാൽ ഈ 100 കുട്ടികളിൽ നിന്ന് വിവരങ്ങൾ ശേഖരിക്കുക. ഓക്കെ, ഇത് ഉദാഹരണമായി പറയുകയാണ്. അപ്പോൾ 100 കുട്ടികളിൽ നിന്ന് വിവരങ്ങൾ ശേഖരിക്കുക. ഓക്കെ, ഇനി നാലാമതായിട്ട് പറയുന്നു, ഇതിൻ്റെ ശേഷം ഈ പഠനം നടത്തിയതിൻ്റെ ശേഷം മൊത്തം പോപ്പുലേഷനിലെ നിഗമനത്തിൽ എത്തിച്ചേരുക. ഈ 100 തിരഞ്ഞെടുത്ത ഈ 100 കുട്ടികളിൽ പഠനം നടത്തിയതിൻ്റെ അടിസ്ഥാനത്തിൽ, അതായത് ഈ 2500 കുട്ടികളുടെ നിഗമനത്തിലേക്ക് എത്തിച്ചേരുക. ഈ സർവേയെ, ഈ പഠന രീതിയെ വിളിക്കുന്ന പേരാണ് സാമ്പിൾ സർവേ. അപ്പോൾ ഈ പഠന രീതിയെ വിളിക്കുന്ന പേരാണ് സാമ്പിൾ സർവേ. ഓക്കെ, അപ്പോൾ നമ്മൾ സാമ്പിൾ എടുത്തിട്ട്, സാമ്പിൾ എന്ന് പറഞ്ഞാൽ പോപ്പുലേഷനേക്കാൾ ചെറുതാണ്, ആ സാമ്പിളിൽ പഠനം നടത്തിയിട്ട് പോപ്പുലേഷനിലെ മൊത്തം നിഗമനത്തിലേക്ക് എത്തിച്ചേരുന്നു. ഈ രീതിയാണ് സാമ്പിൾ സർവേ. ഓക്കെ, ഇനി അടുത്തതായി നമ്മൾ പറയുന്നത് സാമ്പിൾ സർവേയുടെ ഗുണങ്ങൾ, അഡ്വാൻറ്റേജസ് ആണ്. അതിൽ ഫസ്റ്റ് പോയിൻ്റാണ് ചെലവ് കുറവാണ്, ലോവർ കോസ്റ്റ്. ഓക്കെ, രണ്ടാമത്തെ പോയിൻ്റാണ് സമയം ലാഭിക്കാം, സേവ് ടൈം. ഓക്കെ, മൂന്നാമത്തെ പോയിൻ്റാണ് കുറച്ച് എന്യൂമറേറ്റർമാരെ ആവശ്യമുള്ളൂ, റിക്വയേഴ്സ് സ്മോൾ നമ്പർ ഓഫ് എന്യൂമറേറ്റേഴ്സ്. ഓക്കെ, നാലാമത്തെ പോയിൻ്റാണ് പഠന മേഖല വളരെ വലുതാകുമ്പോൾ ഈ രീതിയാണ് ഉപയോഗപ്രദം, ഈ രീതിയാണ് നല്ലത്. ഓക്കെ, ദിസ് മെത്തേഡ് ഈസ് വെരി യൂസ്ഫുൾ വെൻ ദി field of study is very large. This method is very useful when the field of study is very large. പഠനം നടത്തുന്ന മേഖല വളരെ വലുതാണെങ്കിൽ ഈ സാമ്പിൾ രീതിയാണ് ഉപയോഗപ്രദം. ഓക്കെ, ഈ 4 കാര്യങ്ങളാണ് ഇതിൻ്റെ ഗുണങ്ങൾ അഥവാ അഡ്വാൻറ്റേജസ് ആയിട്ട് പറയുന്നത്. ഓക്കെ, ഇനി സാമ്പിൾ സർവേയുടെ ദോഷങ്ങളാണ് പറയുന്നത്, ഡിസ്അഡ്വാൻറ്റേജസ്. ഓക്കെ, അതിൽ ഫസ്റ്റ് പോയിൻ്റാണ് സാമ്പിൾ തിരഞ്ഞെടുക്കുക എളുപ്പമല്ല. സാമ്പിൾ സെലക്ഷൻ ഈസ് നോട്ട് ഈസി എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ പോപ്പുലേഷനിൽ നിന്ന് സാമ്പിൾ തിരഞ്ഞെടുക്കണം. അതായത് വലിയൊരു പോപ്പുലേഷനിൽ നിന്ന് കുറച്ച് ആളുകളെ, കുറച്ച് വിഭാഗത്തിനെ, കുറച്ച് ഐറ്റത്തിനെ നമ്മൾ തിരഞ്ഞെടുക്കണം. അങ്ങനെ തിരഞ്ഞെടുക്കുക എന്നത് എളുപ്പമല്ല. അപ്പോൾ സാമ്പിൾ തിരഞ്ഞെടുക്കുക എന്നത് എളുപ്പമല്ല എന്നുള്ളതാണ് ഒന്നാമത്തെ ദോഷം. സാമ്പിൾ സെലക്ഷൻ ഈസ് നോട്ട്
നോട്ട് ഈസി. ഓക്കെ. ഇനി രണ്ടാമത്തെ പോയിൻ്റാണ്, സാമ്പിൾ തിരഞ്ഞെടുക്കുന്നത് ശാസ്ത്രീയമായ രീതിയിലല്ലെങ്കിൽ വിശ്വസനീയവും സത്യസന്ധവുമായ വിവരങ്ങൾ ലഭിക്കില്ല. അപ്പോൾ സാമ്പിൾ നമ്മൾ ശാസ്ത്രീയമായ രീതിയിൽ തിരഞ്ഞെടുത്തില്ലെങ്കിൽ വിശ്വസനീയമായതും സത്യസന്ധവുമായ വിവരങ്ങൾ നമുക്ക് ലഭിക്കില്ല. ഓക്കെ. ഇഫ് ദി സാമ്പിൾ സെലക്ഷൻ ഈസ് നോട്ട് ഡൺ ഇൻ എ സയൻറ്റിഫിക് മാനർ, റിലയബിൾ ആൻഡ് ഹോണസ്റ്റ് ഇൻഫർമേഷൻ വിൽ നോട്ട് ബി അവൈലബിൾ. ഓക്കെ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് സാമ്പിൾ സർവേയുടെ ദോഷങ്ങളായിട്ട് എടുത്തു പറയുന്നത്. ഓക്കെ. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നമ്മൾ ഇവിടെ നിർത്തുകയാണ്, അവസാനിപ്പിക്കുകയാണ്. അടുത്ത ക്ലാസ്സിൽ നമ്മൾ ചാപ്റ്റർ 2ൻ്റെ കൂടുതൽ വിവരങ്ങൾ അവതരിപ്പിക്കും. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ കാണുന്നത് വരെ ഓക്കെ.